24 മണിക്കൂറും ചാർട്ടിന് മുന്നിൽ ഇങ്ങനെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡർ ആവാൻ പറ്റുന്നതാണോ നിങ്ങളുടെ വിചാരം? ഒരിക്കലുമില്ല. കാരണം ഇതൊരു ഹാബിറ്റ് ആക്കി എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ചാർട്ടിൽ 24 മണിക്കൂർ നമ്മൾ നോക്കിയിരുന്നോണ്ടൊന്നും നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റത്തില്ല. അതിന്റെ കാരണം എന്താ അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ട്രേഡിങ്ങിനെ ഒരു കോണ്ടെക്സ്റ്റൽ ഗെയിമായിട്ട് കണക്കാക്കാത്തതുകൊണ്ടാണ്. ട്രേഡിങ്ങിനെ നമ്മൾ കോണ്ടെക്സ്റ്റൽ ഗെയിമായിട്ട് തന്നെ കണക്കാക്കണം. എന്നിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഹയർ ടൈം ഫ്രെയിമിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോണ്ടെക്സ്റ്റ് ആക്കി വെക്കണം. ഞാൻ സിംപ്ലി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ടൈം ഫ്രെയിമിലും നമ്മളൊരു സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യും. ആ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഓരോ ടൈം ഫ്രെയിമും പറയുന്നത് ഓരോ കോണ്ടെക്സ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഒരു ടൈം ഫ്രെയിം പ്രകാരം ട്രെൻഡ് അപ്പിലോട്ടാണ് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അപ് ട്രെൻഡ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം മാർക്കറ്റിനെ ഒരു പ്രോപ്പർ സ്ട്രക്ചറൈസ് ചെയ്തിട്ട് പല ടൈം ഫ്രെയിമിലും പല രീതിയിലുള്ള ട്രെൻഡിൽ ഏറ്റവും കോണ്ടെക്സ്റ്റ് ഏതിനാണോ അത് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിനെയും ടീപ്പിനെയും മാനേജ് ചെയ്യാനും കൂടെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ട്രേഡിംഗ് എന്നുള്ള കരിയറിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും ട്രേഡിങ്ങിനെ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു പ്രൈമറി ഇൻകം സോഴ്സ് ആയിട്ട് കണക്കാക്കരുത്. ഇതിന്ന് കിട്ടിയിട്ട് വേണം നമുക്ക് കഞ്ഞി കുടിക്കാൻ, അതല്ലെങ്കിൽ ഇതിന്ന് കിട്ടിയിട്ട് വേണം നമുക്ക് നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ എന്നുള്ള ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവന്റെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് നോക്കി. ഈവൻ ഒരു ദിവസം ഒരു ചെറിയ ലോസ് പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ മൈൻഡിൽ അത്രയും ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ. സോ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ട്രേഡിങ്ങിനെ നിങ്ങളൊരു സെക്കൻഡറി സോഴ്സ് ആയിട്ട് കണക്കാക്കുക. എന്നിട്ട് അതിൽ പ്രോപ്പർ ആയിട്ടൊരു എഡ്ജ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ അതിനെ പ്രൈമറിയിലോട്ട് കൊണ്ടുവന്നോ.